ഈ മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് CPM-ൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു അവസാന വാക്കായിരുന്ന ഒരു കാലത്ത് PK ശശി. ആ PK ശശിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആണ് ഇന്നലെ ഈ പ്രകടനം നടന്നത്. അതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ ഈ ഒരു മണ്ണാർക്കാട്ടെ പരിസര പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്? എനിക്കിതൊരു ഒട്ടും അത്ഭുതം തോന്നുന്നില്ല. കാരണം PK ശശി എന്ന് പറയുന്ന CPM നേതാവിനെതിരെ ആദ്യ കാലഘട്ടത്തിൽ ചില രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്ന സമയത്ത് എതിർ ചെയ്യൽപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് CPM-ലെ ഒരു വിഭാഗം PK ശശിയെ വേട്ടയാടാൻ വേണ്ടി ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഞാൻ BJP-യുടെ ഭാഗമാവുന്ന കാലത്ത് തന്നെ PK ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്താൻ വേണ്ടി CPM-ലെ ഒരു വിഭാഗം സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മനുഷ്യനെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാനതിൽ നിന്ന് തിരിഞ്ഞടക്കുകയാണ് ചെയ്തത്. ഞാൻ ഇക്കാര്യം CPM-ൻ്റെ തന്നെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഇക്കാര്യം പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല, നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അയാൾക്കെതിരെയുള്ള വേട്ടയാടുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, അത് വേറെ കാര്യം. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ സമീപിക്കുകയും നിങ്ങളുടെ നേതാക്കൾക്കെതിരെ സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ഏത് പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ അങ്ങനെ വ്യക്തിപരമായി വേട്ടയാടുന്ന സമീപനം അത് ഒട്ടും ജനാധിപത്യത്തിൽ ആശാസ്യകരമല്ല. പ്രത്യേകിച്ച് ഇന്നലെ നടന്നിട്ടുള്ളത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. ഇത്തരം വെല്ലുവിളികൾ അതല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഒക്കെ കേട്ട് അതിനകത്ത് നിൽക്കേണ്ട ഒരാളാണ് PK ശശി എന്ന് ഞാൻ കരുതുന്നില്ല. അതായത് അദ്ദേഹത്തിനെതിരെ 2 ആരോപണങ്ങൾ, ഒന്ന് പാർട്ടിക്കകത്തെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാക്കണമെന്ന് അന്നത്തെ BJP നേതാവ് എന്ന നിലയ്ക്ക് താങ്കളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തതല്ലേ? ഇതൊരു ആദ്യത്തെ ആരോപണമല്ല. മറ്റേ ഈ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം എന്ന പേരിലാണ് ഇപ്പോൾ ഈ സമീപം ഏറ്റവും റീസെൻ്റ് ഉണ്ടായ സംഭവം. അതിൽ അതിൻ്റെ ചില തെളിവുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേഖകളുമൊക്കെ ആയിട്ടൊക്കെയാണ് സമീപിച്ചത്. പക്ഷേ എനിക്ക് അത് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ കൊണ്ടുവന്ന ആളുകളുടെ ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത് ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെടുന്നവരുടെ ഇൻറ്റൻഷൻ പരിശോധിച്ചപ്പോൾ അതൊരു വ്യക്തിഹത്യയ്ക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കാനും വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഞാൻ ഒരാളുടെയും ഒരു ഉപകരണമായി നിന്ന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. കാരണം വ്യക്തമായ തെളിവുകളില്ലാത്ത, കൃത്യമായ തെളിവുകളില്ലാതെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുന്നത്. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു എന്നൊക്കെ മാധ്യമ വാർത്തകൾ കണ്ടപ്പോഴാണ് എൻ്റെ CPM-ലെ തന്നെ ഒരു സുഹൃത്തിനോട് കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങളുടെ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയിട്ടൊക്കെ മറ്റുള്ളവരെ പോയി കാണുന്നതെന്ന് പറയുകയും ചെയ്തു. അത് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ട ആളുകൾ തന്നെയാണ് താങ്കളെ സമീപിച്ചത്? അല്ല, ഞാൻ അതൊന്നും പറയുന്ന മര്യാദയല്ലല്ലോ. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയാം. അതൊന്നും ആളുകളുടെ പേരുകളും ഒന്നും പറയുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വരികയാണെങ്കിൽ താങ്കൾ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനം വ്യക്തിപരമായിട്ട് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ PK ശശി എന്ന് പറയുന്ന നേതാവ് ഇന്ന് CPM-നകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ മോശം സമീപനം, CPM-ൻ്റെ മോശം സമീപനം, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെ ആയിട്ടുള്ള ഇന്നലെ മാത്രം വളർന്നു വന്നിട്ടുള്ള പല ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളെയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുലഭ്യം പറയുന്നത് അത് ഒട്ടും തന്നെ ആശാസ്യകരമായിട്ടുള്ള രീതിയല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവിനെ ഇങ്ങനെ തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്യും, മുട്ടുകാലിന് ചിരട്ടയൊടിക്കും, കൈവെട്ടും, കാൽ വെട്ടും, വേണ്ടി വന്നാൽ തലവെട്ടുമെന്നൊക്കെ പറയുമ്പോൾ CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? അവരുടെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന, ഇന്ന് CITU-വിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള, KTDC-യുടെ ചെയർമാനായിട്ടുള്ളൊരു വ്യക്തിക്ക് നേരെയല്ലേ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ ഇത് ഏത് തരത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തെ കൊണ്ടുവന്നെത്തിക്കുന്നത്? അത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നല്ലോ. അപ്പോൾ സ്വാഭാവികം എനിക്ക് വലിയ ആശങ്കയുണ്ട് PK ശശിയുടെ കാര്യത്തിൽ. അദ്ദേഹത്തിനെതിരെ CPM ശാരീരികമായ ഒരു ആക്രമണത്തിന് വരെ മുതിരുമോ എന്നുള്ളൊരു ആശങ്ക എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇതിലിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എടുക്കരുത്, കാരണം അദ്ദേഹം ഈ പീഡന പരാതി ഉൾപ്പെടെ നേരിട്ട വ്യക്തിയാണ് എന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എനിക്കതേ അറിയുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ആദ്യം PK ശശി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ലൈനും തുറന്ന് പറയട്ടെ. സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഇപ്പൊ ഈ പ്രധാന നേതാക്കളൊക്കെ പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ശശി മാത്രമല്ല നിരവധി ആളുകൾ സർപ്രൈസ് എൻട്രികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിന്റെ സാധ്യത തന്നെയാണോ? അല്ലാതെ തീർച്ചയായിട്ടും ഉണ്ടാവും. നിരവധി ആളുകൾ യു ഡി എഫിലേക്ക് വരാൻ, കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായിട്ട് ഈ ദിവസങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെമ്പാടും ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പി CPM ബാന്ധവം വലിയ തോതിൽ ആ രണ്ട് പാർട്ടികളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകർക്കുള്ളിലും ബി ജെ പി നേതാക്കൾക്കിടയിലും CPM-ഉമായിട്ടും പിണറായി വിജയനുമായിട്ടുമുള്ള അവരുടെ നേതൃത്വത്തിൻ്റെ ചങ്ങാത്തം സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു മാറ്റമുണ്ടാകാൻ UDF വീണ്ടും അധികാരത്തിൽ വരണം, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ ഒരു ആഗ്രഹം തിരിച്ചറിയുന്ന ആളുകൾ മറ്റ് രണ്ട് പാർട്ടികളിലും വല്ലാതെ ബുദ്ധിമുട്ടുന്ന മാനസിക പ്രയാസം അനുഭവിക്കുന്ന പൊതുജനങ്ങളിൽ അംഗീകാരമുള്ള നേതാക്കൾ തീർച്ചയായിട്ടും അവർ സമീപിക്കുന്നുണ്ട്. അവർ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അവർ കടന്നു വരും. അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പുതിയ ആളുകളുണ്ടാവും. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം LDF-ൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും UDF-ലേക്ക് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതിൽ വലിയ അത്ഭുതങ്ങൾ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ഉണ്ടാകാം. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.